46-ാമത്തെ ഫെയ്ത്ത് ക്ലിയറൻസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്ന വിഷയം കായേൻ എവിടെ നിന്നാണ് കല്യാണം കഴിച്ചത്. യൂത്ത് ക്ലാസ്സിനും പ്രീ കാന ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഇതേറെ പഴക്കമുള്ള ഒരു ചോദ്യമാണ്, എങ്കിലും ഒരു വ്യക്തത നമുക്ക് പെട്ടെന്ന് പറയാൻ തക്ക രീതിയിൽ മനസ്സിൽ ഉത്തരമില്ലാത്ത ഒരു ചോദ്യവുമാണ്. ആ ചോദ്യത്തിൻ്റെ വിശദാംശങ്ങളിലേക്കും വ്യക്തമായ ഉത്തരത്തിലേക്കും നമ്മൾ പ്രവേശിക്കുന്നു. ആദത്തിന് 2 മക്കളായിരുന്നു, കായേനും ആബേലും. കായേൻ ആബേനെ കൊന്നു എന്നുള്ളത് നമുക്കറിയാം. പിന്നെ കായേൻ എവിടെ നിന്നാണ് കല്യാണം കഴിച്ചത്? കായേനും ആബേലിനും കൂടാതെ ആദത്തിന് വേറെയും മക്കളുണ്ടായിരുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥം തന്നെ നമുക്ക് സൂചന നൽകുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 25-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: ആദം വീണ്ടും തൻ്റെ ഭാര്യയോട് ചേർന്നു, അവളൊരു പുത്രനെ പ്രസവിച്ചു, സേത്ത് എന്ന് അവന് പേരിട്ടു. കാരണം കായേൻ കൊന്ന ആബേലിന് പകരം ദൈവം എനിക്ക് തന്നു അവനെ എന്നവൾ പറഞ്ഞു. തുടർന്ന് 5-ാം അധ്യായം 4-5 വചനങ്ങളിൽ നമ്മൾ കാണുന്നത് സേത്തിന്റെ ജനനത്തിന് ശേഷം 800 വർഷങ്ങൾ ആദം ജീവിച്ചിരുന്നുവെന്നാണ്. അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു. ആദത്തിന്റെ ജീവിതകാലം 930 വർഷമായിരുന്നു. അതിനുശേഷം അവൻ മരണമടഞ്ഞു എന്നാണ് നമ്മൾ ഈ വചനഭാഗത്ത് വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നത്. ഏകമാതാപിതാക്കളിൽ നിന്നാണ് മനുഷ്യകുലം മുഴുവൻ ഉത്ഭവിച്ചതെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നാം കണ്ടെടുക്കുന്നത്. ആദത്തിനും ഹവ്വായ്ക്കും അനേകം പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു. സഹോദരി ഭാര്യയായിത്തീരുന്നത് ആ കാലഘട്ടത്തിൽ മധ്യപൂർവദേശത്തെ ഒരു പാരമ്പര്യമായിരുന്നു. അബ്രാഹം വിവാഹം ചെയ്ത സാറ അബ്രാഹത്തിൻ്റെ പിതാവിന് മറ്റൊരു ഭാര്യയിലുണ്ടായ മകളായിരുന്നു. അബ്രാഹം തന്നെ അത് പറയുന്നുണ്ട്, ഇവൾ തന്നെയും എൻ്റെ സഹോദരിയാണല്ലോ എന്ന്. ഇതിൽ നിന്നും ആദാമിൻ്റെ മക്കളിൽപ്പെട്ട ഒരുവളെയാണ് കായേനും വിവാഹം ചെയ്തതെന്ന് നമുക്ക് അനുമാനിക്കാം. ആബേലിനെ കൊന്ന കായേൻ തൻ്റെ മേൽ ദൈവശിക്ഷ വരുന്നെന്നറിഞ്ഞപ്പോൾ കൊടുത്ത മറുപടി ശ്രദ്ധേയമാണ്. കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഒളിച്ചു നടക്കണം. ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും. കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 14-ാമത്തെ വചനത്തിലാണ് നമ്മളിത് വായിക്കുന്നത്. അവിടെ കായേന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. ആദവും ഹവ്വായും തന്നെ കൊല്ലാൻ നോക്കുമെന്നല്ല, കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. ഈ ഒരു പ്രസ്താവനയിലൂടെ കായേനെ കൂടാതെ മറ്റു മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥം തന്നെ അടിവരയിട്ട് പറയുകയാണ്. ദൈവം സൃഷ്ടിച്ച ആദാമിനെയും ഹവ്വായും കൂടാതെ മറ്റനേകം പേരെയും ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു എന്ന് ചിന്തിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചിന്തകൾക്ക് വിരുദ്ധമല്ല എന്ന വസ്തുതയും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതിനാൽ കായേൻ വിവാഹം ചെയ്തത് സ്വന്തം സഹോദരിയെ തന്നെയാണ് എന്നുള്ള ആ ഒരു സാധ്യതകളിലേക്കും മനസ്സിലാക്കലുകളിലേക്കുമാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. ആ കാലഘട്ടത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലവും നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ ഈ കാലഘട്ടത്തിൽ സ്വന്തം സഹോദരങ്ങളെ വിവാഹം ചെയ്യുക എന്നത് ചിന്തിക്കാനാകാത്തതാണ്. ആ കാലഘട്ടത്തിൽ ചരിത്രത്തിൽ ആ പാരമ്പര്യങ്ങൾ അങ്ങനെ ആയിരുന്നത് വ്യത്യസ്തതയിലായിരുന്നു എന്നുകൂടി നാം മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരത്തിൽ നമുക്ക് വളരെ വ്യക്തത മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്.